ഹായ്. അപ്പോൾ ഇന്ന് എന്താണ് ഈ വരുത്തുപോക്ക് എന്നുള്ളതിനെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ വരുത്തുപോക്കിനെ പറ്റി 100 അഭിപ്രായമാണുള്ളത്. അതായത് ചിലർ പറയുന്നത് ഒരു അമ്പലത്തിൽ നിന്ന് മറ്റൊരു അമ്പലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ശക്തി കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു ശക്തി കേന്ദ്രത്തിലേക്ക് ദൈവത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതാണെന്നും, അല്ലെങ്കിൽ മറ്റ് ചില ആൾക്കാരൊക്കെ ഇതിനെ ലൈക്ക് ചങ്ങലമാടം പോകുന്നു, അല്ലെങ്കിൽ അറുകൊല പോകുന്നു, അങ്ങനെ ഇപ്പം തെക്ക് ഭാഗത്തൊക്കെ ഈ പേരുകളിലൊക്കെയാണ് ഇതിനെ പറയുന്നത്. പല പേരുകളിലായിട്ട് നമ്മുടെ കേരളം മൊത്തം അറിയപ്പെടുന്നൊരു വാക്കാണിത്, ഈ വരുത്തുപോക്ക് എന്ന് പറയുന്നത്. എല്ലായിടത്തും ഇത് സംഭവിക്കുന്നതായിട്ട് പറയാറുണ്ട്. അതായത് ഇത് പലരും കാണപ്പെടുന്നതായിട്ട് പറയുന്ന ഒരു വെളിച്ചം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ടാണ്. റെയർ കേസുകളിൽ ആളുകൾ ഒരു വെള്ള രൂപമൊക്കെ നീങ്ങി പോകുന്നതായിട്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇനി എൻ്റെ അനുഭവം പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഫുൾ റബ്ബറായിരുന്നു ഞാൻ കുട്ടിയായിരുന്ന കാലത്ത്. ഇപ്പോൾ റബ്ബറില്ല അവിടെ. അപ്പോൾ എൻ്റെ അമ്മമ്മയുടെ വീടും എൻ്റെ വീടിൻ്റെ ഇടയ്ക്ക് റബ്ബറല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് ബാക്കിൽ നോക്കിയാൽ ഈ അമ്മമ്മയുടെ വീട് കാണാം. ഇടയ്ക്കൊരു ഓൾമോസ്റ്റ് ഒരു ഏക്കർ പെരയുടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ മാടന് ഇങ്ങനെ പഴം നേദിക്കുക എന്നൊരു പരിപാടിയാണ്. നമ്മളൊരു വാഴ കുലയ്ക്കാറാവുന്ന സമയമാകുമ്പോൾ ഇങ്ങനെ അത് കുലയ്ക്കാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും കൊല വന്നു കഴിഞ്ഞാൽ മാടന് നേദിച്ചോളാം, നമ്മളിങ്ങനെ നേർച്ചയിടും. നേർച്ചയിടുമ്പോഴത്തേക്ക് മിക്കവാറും നേർച്ചയിട്ട് 1 വീക്കിനകത്ത് അത് കുലയ്ക്കാറുണ്ട്. അങ്ങനെയായിട്ട് അനുഭവം. അപ്പോൾ കുലച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കൊല പഴുക്കാറാവുന്നവരെ വെച്ചേക്കും. അത് പഴുത്തിട്ട് നേരെ കൊണ്ടുപോയി ആദ്യത്തെ 3-4 പഴം എടുത്ത് ഇങ്ങനെ മാടന് നേദിക്കുന്നതായിട്ട് ആ റബ്ബറിൻ്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ട്, ഒരു പ്രത്യേക സ്പോട്ടുണ്ട്. അവിടെ കൊണ്ടുവച്ച് വിളക്ക് കത്തിച്ചിട്ട് ഇങ്ങനെ എടുത്ത് 4 വാക്കിനായിട്ട് ഇങ്ങനെ എറിയും. മാടൻ വന്ന് കഴിച്ചോളൂ എന്ന് എന്താണ് വിശ്വാസം എന്നാണ് എൻ്റെ ഒരറിവ്. ഇത് കുട്ടിക്കാലത്ത് നമ്മളിത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു. ഇപ്പോൾ അത് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ, അതായത് എൻ്റെ വീടിൻ്റെയും എൻ്റെ അമ്മമ്മയുടെ വീടിൻ്റെയും ഇടയ്ക്കുള്ളൊരു സ്പേസിൽ ഞാനും ഒരു കോളേജ് ടൈമിൽ ഒരു ദിവസം രാത്രി ഇങ്ങനെ ആരും കാണാതെ സിഗരറ്റ് വലിക്കാനായിട്ട് ടെറസിൻ്റെ മണ്ടയിൽ പോയപ്പോൾ ഒരു വെളിച്ചത്തിൻ്റെ മൂവ്മെൻറ്റ് റബ്ബറിൻ്റെ ഇടയിൽ ഞാനും കണ്ടിട്ടുണ്ട്. അത് തറയിലൊന്നും ആയിരുന്നില്ല, ഒരു റബ്ബറിൻ്റെ മുകളിൽ നിന്ന് ഒരു റബ്ബറിൻ്റെ ടോപ്പിൽ നിന്ന് മറ്റൊരു റബ്ബറിൻ്റെ ടോപ്പിലേക്ക്. അപ്പം മനുഷ്യനാവാൻ സാധ്യത വളരെ കുറവാണ്. ഒരു മൂവ്മെൻറ്റ് ഞാനും കണ്ടിട്ടുണ്ട്. ഇതുപോലെ വരുത്തുപോക്ക് മറ്റതൊക്കെ കണ്ടതായിട്ട് ഒരുപാട് പേര് അവകാശപ്പെടുന്നുണ്ട്, പണ്ട് കാലത്തും ഇപ്പോഴത്തെ കാലത്തും. അതെ. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ വിഭിന്ന അഭിപ്രായമാണ് മനുഷ്യർക്കുള്ളത്. പക്ഷെ ഞാൻ അന്ന് ആ വെളിച്ചം കണ്ടപ്പോൾ അതൊരു കോമഡി ആയിട്ട് കണ്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയണമെന്നൊരു ജിജ്ഞാസ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വളരെ സയൻറ്റിഫിക്കായി ഇതൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ. അപ്പം ഞാൻ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഇതെന്താണ് സംഭവം എന്ന് അറിയാനൊന്ന് സെർച്ചൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമുണ്ട്. ഈ വരുത്തുപോക്ക് എന്ന് പറയുന്നത് ലോകത്ത് കേരളത്തിൽ മാത്രം, അല്ലെങ്കിൽ ഈ വെളിച്ചം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ട് മൂവ് ചെയ്ത് പോകുന്ന ഈ പ്രോസസ്സ് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു യുണീക്ക് പ്രതിഭാസമൊന്നുമല്ല. ഇത് ലോകം മൊത്തം സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് സംഭവിക്കാറുണ്ട്. ലോകം മൊത്തം ഇത് സംഭവിക്കാറുണ്ട്. ഇപ്പം അമേരിക്കയിലായാലും UK ജപ്പാൻ, കാനഡ, സ്വീഡൻ, ഇവിടെ എല്ലായിടത്തും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഫേമസ് കേസുകളുണ്ട്. അതിനെപ്പറ്റി ഓരോ വിക്കിപീഡിയ പേജുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇപ്പം UK അമേരിക്കയിൽ ഇതിനൊക്കെ ഗോസ്റ്റ് ലൈറ്റ് എന്നാണ് ഈ മൊത്തത്തിലുള്ള പ്രതിഭാസത്തിന് പൊതുവെ അവർ പറയുന്നത്. പ്രേത വെളിച്ചങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ അമേരിക്കയിൽ മാർഫ ലൈറ്റ്സ് ഒക്കെ 2000 മുതൽ 2008 വരെ വളരെ സയൻറ്റിസ്റ്റുകളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ്. കാരണം ടെക്സസിലെ മാർഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ദൂരത്ത് ഇങ്ങനെ ഡെസേർട്ടിൽ ഇങ്ങനെ ലൈറ്റുകൾ മിൻ ചെയ്യുന്ന വലിയ വലിയ വെളിച്ചങ്ങൾ ഇങ്ങനെ മിന്നുന്ന കാണാൻ സാധിക്കും. പക്ഷേ അത് പിന്നീട് കാറുകളുടെ വെളിച്ചം അറ്റ്മോസ്ഫിയറിൽ റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കും എന്നൊക്കെ ഒരു എക്സ്പ്ലനേഷനിൽ അങ്ങ് ക്ലോസ് ചെയ്തൊരു കേസാണ്. പക്ഷേ അവിടെ ഇപ്പോഴും ലൈറ്റ്സ് ഒക്കെ കാണുന്നതായിട്ട് പലരും അവകാശപ്പെടുന്നു. അപ്പം അത് കാറിൻ്റെ വെളിച്ചം ആവാം. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് കാറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്, വെള്ള വെളിച്ചം, നമ്മൾ ഈ പണ്ട് തീ കത്തിക്കുമ്പോൾ ഈ ഒരു ബ്രൈറ്റ് ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചമൊന്നും കത്താറില്ല. സാധാരണ ഒരു മഞ്ഞ വെളിച്ചമാണ് ഉണ്ടാകുന്നത്. പക്ഷേ പല കളറുള്ള വെളിച്ചം, നമ്മൾ ഈ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വെളിച്ചം കാണുന്നതായിട്ട് ലോകം മൊത്തം, ഇപ്പോൾ കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മൊത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഓൾഡസ്റ്റ് കേസുകൾ എൻ്റെ ഓർമ്മയിൽ ഹിസ്റ്റോറിക്കലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ ജപ്പാനിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അന്ന് പണ്ടപ്പോഴും നോക്കിയതാണ്. അപ്പോൾ ഇത്തരം കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലും പല സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയും, ഇവിടെ വരുത്തുപോക്കുണ്ട്, ആരോ വരുന്നു പോകുന്നു, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് ശാസ്ത്രീയമായി ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ സയൻസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇത്തരം ഫിനോമിന, അതായത് ലൈറ്റ് ഒരു സ്ഥലത്ത് ഒരു പ്രത്യക്ഷപ്പെട്ട ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു വെട്ടം അല്ലെങ്കിൽ ഒരു തീഗോളം അറ്റ്മോസ്ഫിയറിൽ പ്രത്യക്ഷപ്പെടുന്നതും അത് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിപ്പോകുന്നതും
ഒരു കള്ളമല്ല, ഒരു മിഥ്യാധാരണയല്ല. ഇത്തരം കാര്യങ്ങൾ ലോകത്തെമ്പാടും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഇത് എല്ലാവരും ഒരു കഥ കള്ളം ഉണ്ടാക്കി പറയുന്നതല്ല എന്ന് ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഫ്രീക്വൻ്റായി റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതൊരു എനർജി സോഴ്സിൻ്റെ മൂവ്മെൻ്റ് ആണെന്നാണ് പൊതുവെ പലരും സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. ഉദാഹരണത്തിന് രമണ മഹർഷി സമാധിയായ സമയത്ത് തിരുവണ്ണാമലയുടെ മുകളിൽ നിന്ന് ആകാശത്തേക്ക് ഒരു ഉൽക്ക പോലെ ഒരു തീഗോളം പോയതായിട്ട് പലരും പറയുന്നുണ്ട്. അന്ന് അത് ആയിരക്കണക്കിന് ആൾക്കാർ വിറ്റ്നസ് ചെയ്തതായിട്ടാണ് പറയുന്നത്. രമണാശ്രമത്തിൻ്റെ പരിസരത്തിലുള്ള തിരുവണ്ണാമല പരിസരത്തുള്ള ആയിരക്കണക്കിന് ആൾക്കാർ അത് കണ്ടതായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. 200 കിലോമീറ്ററോളം അകലെയുള്ള ചെന്നൈയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാഴ്ച കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വളരെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ യാതൊരു പരിചയമോ ഒരേ മതപരമായ താല്പര്യമോ ഇല്ലാത്ത ആൾക്കാർ തന്നെ ഒരേ കള്ളം പ്ലാൻ ചെയ്ത് പറയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് വളരെ ജെനുവിനായിട്ട് സംഭവിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ മാർഫ ലൈറ്റ്സിന് ഇഷ്ടംപോലെ ആളുകൾ കാണുകയും പലരും വീഡിയോ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇത് ഇങ്ങനെ ഈ ഒരു ലൈറ്റിൻ്റെ പ്രതിഭാസമാണെന്നൊരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ ശാസ്ത്രത്തിന് ഇതുവരെ പറ്റിയിട്ടില്ല. അത് ആയിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് അവർ എൻഡ് ചെയ്തത്. അപ്പോൾ ഈ മാർഫ ലൈറ്റ്സ് പൊതുവേ ഡെസേർട്ടിൽ സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒരു ആധികാരികതയെ പറ്റി എനിക്കും ഡൗട്ട് തോന്നാറുണ്ട്. കാരണം ഞാൻ വായിച്ചതും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഗോസ്റ്റ് ലൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം പൊതുവേ ലോകത്തെമ്പാടും ഈ വെള്ളമുള്ള ഹ്യൂമിഡായിട്ടുള്ള പ്ലേസുകളെ റിപ്പോർട്ട് ചെയ്യുന്നൊരു പ്രതിഭാസമാണ്. ഉദാഹരണത്തിന് ഈ ചതുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും ഇത് പൊതുവെ കാണുന്നതായിട്ട് ആളുകൾ പറയുന്നത്. ഈ ചതുപ്പ് നിലത്തിൻ്റെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു തീഗോളം നിന്ന് കറങ്ങുന്നതും അത് പിന്നീട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതുമായിട്ട് കണ്ടതായിട്ട് പലരും അവകാശപ്പെടുന്നുണ്ട്. കേരളത്തിലും പൊതുവെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ വരുത്തുപോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലാണ് കണ്ടതായിട്ടും ഉള്ളതായിട്ടും ഒക്കെ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ ഒരുവിധം ക്ഷേത്രങ്ങളെല്ലാം ഈ വയലിനോടനുബന്ധിച്ചായിരുന്നു. വയലിൻ്റെ കരയിലൊക്കെ ആയിരിക്കും മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ വയലിൽ വെള്ളം ഉണ്ടായിരിക്കും, ആ മണ്ണ് എപ്പോഴും നനഞ്ഞ മണ്ണായിരിക്കും. അപ്പോൾ നനഞ്ഞ പ്രദേശത്താണ് പൊതുവെ ഇത്തരം കാഴ്ചകൾ കാണുന്നത്. കേരളത്തിൽ തന്നെ പല ആദിവാസികളും ഇത്തരം കാര്യങ്ങൾ കണ്ടതായിട്ട് പണ്ട് മുതലേ പറയുന്നുണ്ട്. അതായത് കാടിനുള്ളിൽ കൂടെ പുഴയുടെ തീരത്തൊക്കെ ഇങ്ങനെ ഒരു തീഗോളം പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു, അത് ഫാസ്റ്റായി മൂവ് ചെയ്യുന്നു. അത് ഗുളികൻ പ്രത്യക്ഷപ്പെട്ടതായിട്ടൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് വടക്കോട്ടാണ് പൊതുവെ അങ്ങനത്തെ വിശ്വാസങ്ങളുള്ളത്. ഈ പ്രതിഭാസം പഠിക്കാനും മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഇപ്പോൾ ഗോസ്റ്റ് ലൈറ്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ മാത്രം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷേ അവരൊക്കെ ആർക്കും ഒരു എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു 80% പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, 50% പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വരുത്തുപോക്കുണ്ട് എന്ന ഒരാൾ ഒരു പെർഫെക്റ്റ് കൺവിക്ഷൻ ഉള്ള ഒരാൾ അവിടെ അത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരാൾക്ക് അവിടെ വരുത്തുപോക്കുണ്ടെന്ന് പലരും പറഞ്ഞറിയാം, അപ്പോൾ അവിടെ ഉണ്ടെന്ന് അയാളും ശക്തമായി വിശ്വസിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് അയാൾ കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം വാഴയിൽ അനങ്ങുമ്പോൾ അത് കണ്ടിട്ട് പ്രേതമാണെന്ന് വിചാരിക്കുന്നത് അതുപോലെയല്ല, ശരിക്കും അവരെ എൻറ്റിറ്റി ഒരു ലൈറ്റ് മൂവ് ചെയ്യുന്നത് കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു റീസെൻറ്റ് ടൈമിലും പല വീഡിയോസ് ഉൾപ്പെടെ ഫോറിനിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതായത് ഗോസ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം. അപ്പം ഇതിന് ശാസ്ത്രം ഒരുവിധം കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ഈ വെള്ളത്തിൽ നിന്ന് എന്തോ ഒരു ഊർജ്ജം, ആ ഒരു ഊർജ്ജവും ഈ അന്തരീക്ഷത്തിലൊരു സ്റ്റാറ്റിക് എനർജിയും വേണ്ട, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു മിന്നലടിക്കുന്ന ഒരു സമയമായിട്ടുണ്ടാകുന്ന ഒരു സ്റ്റാറ്റിക് എനർജിയും തമ്മിലുണ്ടാകുന്ന എന്തോ ഒരു ഫ്യൂഷൻ അത് കാരണം സംഭവിക്കുന്നു. അങ്ങനെ എന്തോണ് എൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. കൃത്യൻ്റെ വാക്കുകളിൽ ടെർമിനോളജികളിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കാം എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ഇത് ഇങ്ങനെ അടിച്ച് പോവുകയല്ല ചെയ്യുന്നത്. ഇപ്പം ഈ എവരി പറയുന്ന പോലെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന പല ഫിനോമിനൻ സംഭവിക്കുന്നൊരു കാര്യമാണ് അത് ശരിക്കും പറഞ്ഞത്. ഈ ചതുപ്പ് നിലത്തിനൊക്കെ മുകളിൽ ഒരു തീഗോളം പോലെ ആ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെട്ട് അതിങ്ങനെ ഫ്ലാഷ് പോലെ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ തന്നെ അവർ പറയുന്നുണ്ട് അത് സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രോസസ്സാണെന്ന്. പക്ഷെ അതങ്ങനെയല്ല, അരമണിക്കൂറല്ല, ഒരു മണിക്കൂറിൽ കൂടുതൽ നിൽക്കുന്നത്. ഇത് മൾട്ടിപ്പിളായിട്ട് പോകുന്നതും ഒരുപാട് പേര് കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇതിനെപ്പറ്റി പഠിക്കുന്ന സമയത്ത് അവരത് നേരിട്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനിതിനെ ഒരു എനർജി മൂവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് പേഴ്സണലി. അല്ല, ഞാനന്ന് കണ്ട ഒരു കാഴ്ചയും എനിക്ക് വളരെ അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം ഒരു എൻറ്റിറ്റി, അതിപ്പോൾ ഒരു വെളിച്ചമോ അല്ലെങ്കിൽ ഒരു തീകോളോ എന്തോ ആട്ടെ, അതിങ്ങനെ
ആകാശത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് ഒരു സാധാരണ കാഴ്ചയല്ല. പ്രത്യേകിച്ചും പണ്ട് മുതലേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമായതുകൊണ്ട്. ഇപ്പം ലൈറ്റൊക്കെ വന്നതിന് ശേഷം, ഇലക്ട്രിസിറ്റി വന്നതിന് ശേഷം ഇതൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാലത്ത് മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമാണെങ്കിൽ ഇതൊരു ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനെപ്പറ്റി വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ. ഇപ്പോൾ ഒരു ഏകദേശം തെങ്ങിനേക്കാളും പൊക്കത്തിലാണ് ഇവിടെ റബ്ബറൊക്കെ നിന്നിരുന്നത് പണ്ട്. അപ്പോൾ അത്രയും പൊക്കത്തിൽ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടാൻ കേപ്പബിലിറ്റിയുള്ള ആൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നില്ല. അത്രയും അടുത്തായിരുന്നില്ല റബ്ബറുകൾ നിന്നത്. അപ്പം അങ്ങനെ ഞാൻ കണ്ടൊരു കാഴ്ച. അപ്പം ആരും പോവാത്ത ഒരാളുകൾ പോയിരുന്ന് മദ്യപിക്കുന്ന സ്ഥലമൊന്നും അല്ല ഈ റബ്ബറിൻ്റെ പെരേടെന്ന് പറയുന്നത്. ഞാൻ ഈ റബ്ബറിൻ്റെ കൂടെയാണ് നടന്ന് അമ്മമ്മേരെ വീട്ടിൽ പോകുന്നത്, തിരിച്ചു വരുന്നത്. നമുക്ക് ആർക്കും റോഡിൽ നിന്ന് നോക്കിയാലും വ്യക്തമായി കാണുന്ന, വളരെ ക്ലിയറായി എപ്പോഴും വൃത്തിയാക്കിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കാട് പിടിച്ചു കിടന്ന സ്ഥലമൊന്നും ആയിരുന്നില്ല. അവിടെ ഇത്രയും പൊക്കത്തിൽ ഞാൻ രണ്ടാമത്തെ നിലയിൽ നിന്ന്, ഒന്നാം നില, അന്ന് രണ്ടാം നില കെട്ടിയിട്ടില്ല വീടിൻ്റെ, ടെറസിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഐ ലെവലിൽ അത് കണ്ടു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു അൺഎക്സ്പ്ലെയിനബിൾ ഫിനോമിന ആയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതൊരു മിഥ്യാധാരണയല്ല, ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇതൊരു എനർജി മൂവ്മെൻ്റായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ ഈ മിന്നലുമായിട്ട് ബന്ധപ്പെട്ട്, ലൈറ്റ്നിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വെള്ളവുമായിട്ട് ഇപ്പം ഹ്യൂമിഡിറ്റി വളരെ കൂടിയ പ്രദേശങ്ങളിൽ ഇത്തരം ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ബേണിങ് ക്രിയേറ്റ് ചെയ്യപ്പെടാമെന്ന് ശാസ്ത്രം പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, പോസിബിളാണ്. പക്ഷേ അത് ഇത്രയും നേരം നിലനിൽക്കുമോ, അതിങ്ങനെ മൂവ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമോ, അത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഈ അമ്പലങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇതുപോലെ വെളിച്ചങ്ങൾ പോയതായിട്ട് കണ്ടതായിട്ടൊക്കെ പലരും അവകാശപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറഞ്ഞതായിട്ടേ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ ആരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം, എനിക്ക് മെസ്സേജ് അയക്കുക. ഐ വാണ്ട് ടു നോ അബൌട്ട് ഇറ്റ്. എനിക്കതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഈ പ്രതിഭാസം ഒരു കള്ളമല്ല എന്ന് എനിക്കറിയാം, എൻ്റെ അനുഭവം ഉണ്ടല്ലോ. ഒരുപാട് സ്ഥലത്ത് പറയാം. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ശരിക്കും നമ്മുടെ നാട്ടിൽ പല ദേവതാ സങ്കല്പങ്ങൾ, നമ്മുടെ നാട്ടിൽ ലോക്കൽ ദേവതാ സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വരത്ത് പോക്കുകൾ എപ്പോഴും ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ വരത്ത് പോക്ക് അല്ലെങ്കിൽ ഈ ഒരു തീകോളത്തിൻ്റെ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ മൂവ്മെൻറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്, അല്ലെങ്കിൽ ഈ വെളിച്ചം തന്നെ രണ്ടായി പിരിഞ്ഞു പോകുന്ന ഈ സംഭവങ്ങൾ കേരളത്തിൽ മാത്രം നടക്കുന്നതൊന്നുമില്ല. ഈ കേരളത്തിലെ പല ദൈവങ്ങൾ ആരാണെന്ന് പോലും അറിയാത്ത നാടുകളിൽ, അത്തരം പ്രതിഷ്ഠകളോ അമ്പലങ്ങളോ ഒന്നും ഇല്ലാത്ത നാടുകളിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓർബുകളാണിതെന്ന് പൊതുവേ യൂറോപ്പിലും നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓർബുകൾ എന്നെപ്പറ്റി എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ബൈബിളിൽ അങ്ങനെയൊന്നും കണ്ടതേ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് മാലാഖമാരാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനെപ്പറ്റി പിന്നെയും കുറേ ഇൻഡിജിനസ് ആയിട്ടുള്ള ബിലീഫുകൾ ഇപ്പം നേറ്റീവ് അമേരിക്കൻസിന്, അതായത് നേറ്റീവ് അമേരിക്കൻസ് ആയ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരായ അമേരിക്കൻസിൻ്റെ ഇടയിലുണ്ട്. നോർവേ, സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ ഒരു ആ രാജ്യങ്ങളെ ഒരു പർട്ടിക്കുലർ പേര് പറയല്ലോ, നോർഡിക് റീജിയൻസ്. നോർഡിക് റീജിയൻസിൽ ഇതിനെപ്പറ്റി വേറെ അവരുടെ ഒരു ഫോക്ലോറുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ നിലനിൽക്കും. അപ്പോൾ ഇത്രയും സ്ഥലത്ത് കൺസിസ്റ്റൻ്റായിട്ട് നൂറ്റാണ്ടുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഈ വരത്തുപോക്ക് എന്ന് പറയുന്നത് ഒരു ലോക്കൽ എംബോഡിമെൻ്റ് അല്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഇനി ഇതിൻ്റെ ഫോളോ അപ്പ്, അതായത് വരത്തുപോക്ക് സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കും, ഇത് കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടെ പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ അത് കണ്ടതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. സാധാരണ എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. ഭയങ്കര മഹാത്ഭുതം എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ അങ്ങനെ ഇത് കണ്ടാൽ എന്തെങ്കിലും മോശം അനുഭവം സംഭവിക്കുന്ന അന്തക്കാലത്ത് എനിക്കൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഞാനവർ പേടിച്ചിരുന്നില്ല. അപ്പോൾ പേടിക്കാത്തത് കൊണ്ടാവാം ഒന്നും സംഭവിക്കാത്തത്. നമ്മുടെ വിശ്വാസം നമ്മുടെ ഒരുപാട് എനർജി ഫീൽഡുകളിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അങ്ങനെ പേടിയില്ലാത്തതുകൊണ്ടായിരിക്കാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ പിന്നെ ഒരു വളരെ സയൻറ്റിഫിക്കായ ഒരു വ്യൂ പോയിന്റിലാണ് അപ്രോച്ച് ചെയ്തത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു, അവിടെ എന്തെങ്കിലും ഒരു ലൈറ്റോ എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ എത്ര സെർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഇതൊരു അൺഎക്സ്പ്ലെയിനബിൾ ഇവൻ്റായിട്ട് ഞാൻ കണക്കാക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു ആത്മീയപരമായ ഒരു ആസ്പെക്റ്റിനെ പറ്റി ഞാൻ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാവും, ഇവരൊക്കെ എന്നെ പിടിക്കാൻ നടക്കുകയായിരിക്കും, അങ്ങനെയൊന്നും ഞാൻ പേടിച്ചില്ല, ആലോചിച്ചില്ല. അതുകൊണ്ടാവാം എനിക്ക് അത്ര അനുഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്തരം കാഴ്ച കണ്ടതുകൊണ്ട് വളരെ
മോശപ്പെട്ട അനുഭവം ഉണ്ടായതായിട്ട് പല ആളുകളും പറയുന്നുണ്ട്. അതിൻ്റെ റീസണും എനിക്കറിയില്ല. പക്ഷേ ഇതിനോട് ആട്രിബ്യൂട്ട് ചെയ്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയും. ഇപ്പം പലരും ചോദിക്കും, ഞാനിതൊന്നും കണ്ടിട്ടില്ല, എന്താണ് ഈ നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും നമ്മുടെ ഈ ഒരു പ്രകൃതിയിൽ അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ട്, ചിലപ്പോൾ എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ളതായിരിക്കാം, ഭയങ്കര മിറാക്കുലസ് ആയ, മിസ്റ്റീരിയസ് ആയ, ബയോലുമിനസൻസ് ഉൾപ്പെടെയുള്ള ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഇവൻറ്റുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ എൻ്റെ നാടൊക്കെ അങ്ങനെയാണ്. അങ്ങനത്തെ സ്ഥലങ്ങളാണെങ്കിൽ അത്ര ഇവൻറ്റുകൾ എപ്പോഴും മൾട്ടിപ്പിൾ ടൈംസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് കണ്ണ് തുറന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റും. നമ്മൾ കൂടുതൽ സമയത്തും ഫോണിലും ടി വിയിലും ബുക്കുകളിലും ഒക്കെ ആയാൽ നമുക്കത് കാണാൻ സാധിക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാട്ടിലോ കുന്നിലോ മലയിലോ റബ്ബറിൻ്റെ ഇടയിലോ ഒക്കെ പോയി ഒറ്റയ്ക്ക് വെറുതെ രാത്രിയൊക്കെ ഇരുന്ന് പല കാഴ്ചകളും നിങ്ങൾ കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ദേ എക്സിസ്റ്റ്. അങ്ങനത്തെ ഇവൻറ്റുകളുണ്ട്. ഇതൊക്കെ വളരെ ആത്മീയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം നാച്ചുറൽ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ സംഭവിക്കുന്ന ഒന്നും അൺനാച്ചുറൽ അല്ല. പ്രകൃതിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിൽ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കി. നമ്മൾ മനസ്സിലാക്കാത്ത ഇനിയും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ പേടിക്കാതെ നമ്മളതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ വിശ്വാസവും ആഗ്രഹവും. ഐ ഹോപ്പ് യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. താങ്ക് യു.